ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയാൾ പറഞ്ഞതാ സത്യം. പത്മാവതിയുടെ വയറ്റിൽ പറഞ്ഞ നീ എന്റെ മകളല്ല. അത് ശരി, പിന്നെയും വിഷമിച്ചിരിക്കണോ? ഇങ്ങോട്ട് നോക്കിയേ. എഴുന്നേറ്റ് അമ്മയുടെ അടുത്തേക്ക് ഒന്ന് ചെല്ല്. അമ്മയോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കോ, സഹായിക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ ചെയ്യേ. അപ്പൊ ഈ മൂടൊക്കെ അങ്ങ് മാറും. ഈ മൂടൊന്നും അങ്ങനെ പെട്ടെന്ന് മാറില്ല രാജു. ഞാൻ തകർന്നു പോയതല്ലേ. ഇനി അതിൽ നിന്ന് ഉയരാൻ ഒരു കരുത്തൊക്കെ സ്വയം ഉണ്ടാക്കിയെടുക്കണം. അതിന് ട്രൈ ചെയ്യണം ഋതു. ഏത് ക്രൈസിസിനെയും നമുക്ക് അതിജീവിച്ചല്ലേ പറ്റൂ. ഋതു മനസ്സുകൊണ്ട് തയ്യാറായാൽ മതി. ബാക്കി എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തുതരാം. എന്തായാലും ആ സ്ത്രീയെ എനിക്കൊന്ന് കാണണം. ഏത് സ്ത്രീയെ? എനിക്ക് നശിച്ച ഈ ജന്മം തന്ന ആ സ്ത്രീയെ, പത്മാവതിയെ. അങ്ങനെയൊന്നും പറയില്ല ഋതു. പറഞ്ഞല്ല എന്താ കുഴപ്പം? അവരെ വിളിക്കേണ്ട ലാംഗ്വേജ് ഇതൊന്നും അല്ല. എന്തായാലും എനിക്ക് അവരെ ഒന്ന് കാണണം. രാജുവിനറിയാലോ അവരെവിടെയാ താമസിക്കുന്നതെന്ന്. അഡ്രസ് പറഞ്ഞാ മതി, ഞാൻ പോയി കണ്ടോളാം. അതൊന്നും വേണ്ട ഋതു. വേണം. എനിക്ക് അവരോട് 2 വാക്ക് സംസാരിക്കണം. അവരുടെ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ ചോദിക്കണം. എന്ത് ചോദിക്കാൻ? ഇതെല്ലാം മറ്റൊരാൾ പറഞ്ഞ കാര്യ. അതിലെത്രമാത്രം സത്യമുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഇങ്ങനെ എടുത്തു ചാടുന്നത് ശരിയല്ല ഋതു. എടുത്തു ചാട്ടോ? ഒരാള് കുറ്റസമ്മതം നടത്തുകയും ഒന്നിലധികം പേര് വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യം സത്യമല്ലതാവൂ. അതുകൊണ്ട് ഞാൻ അവരെ കാണും, ചിലത് ചോദിക്കുകയും ചെയ്യും. അത് വേണ്ട ഋതു. ആ പാവത്തിനോട് ദേഷ്യപ്പെട്ട അവർക്കത് സഹിക്കാനാവില്ല. പാവോ? അവരോ? നല്ലവരിൽ നല്ലവനായ ഒരു മനുഷ്യനെ ചതിച്ച ആ സ്ത്രീയാണോ രാജു പാവെന്ന് പറയുന്നത്? അവര് ദുഷ്ടയാ, ദുഷ്ട. അവരെവിടെയാ താമസിക്കുന്നതെന്ന് പറഞ്ഞാ മതി, ഞാൻ പോയി കണ്ടോളാം. ഈ ഒരു സിറ്റുവേഷനില് ഞാൻ പറയില്ല. വേണ്ട, രാജു പറയണ്ട. ഞാൻ അവരെ കണ്ടുപിടിച്ചോളാം. അകലെ